കീം 2026 അപ്ലൈ ചെയ്തവർ അല്ലെങ്കിൽ അവരുടെ രക്ഷകർത്താക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ട് എഞ്ചിനീയറിംഗ് പ്രൊസീജിയറിലേക്ക് കടക്കുന്നവരാണ് എങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും മിസ്സാക്കരുത്, കാണുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ഇന്ന് ജനുവരി 31 ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് എന്ന് മാത്രമല്ല, നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു കാര്യവും കൂടി സൈറ്റിലുണ്ട്. സോ വിശദമായിട്ട് തന്നെ നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇനി അങ്ങോട്ട് കീം പരീക്ഷ എഴുതി കഴിഞ്ഞ് നിങ്ങളുടെ ഓരോ സ്ട്രീമുകളിലേക്കും അഡ്മിഷനും അലോട്ട്മെന്റും ഉൾപ്പെടെ എടുക്കുന്ന തീയതികളിൽ വരെ നിങ്ങളുടെ കൂടെ ഒരു സുഹൃത്തായിട്ട്, ഒരു ഗൈഡായിട്ട് ഞങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. കീം 2026 ജോയിൻ ചെയ്യാൻ മറക്കണ്ട. സോ കാര്യത്തിലേക്ക് കടക്കാം ഗൈസ്. നിങ്ങളിൽ എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ കമന്റിൽ യെസ് എന്നെങ്കിലും ചെയ്യുക. അപ്പോൾ ജനുവരി 31, അതായത് ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് നിങ്ങൾക്ക് സ്വന്തം ലാപ്ടോപ്പ് വഴിയോ അത് മൊബൈലിലൊക്കെ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അക്ഷയ സെന്ററുകൾ വഴിയും സ്കൂളുകൾ വഴിയും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാവിധ ഡീറ്റെയിൽസും ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ പലരുടെയും ആപ്ലിക്കേഷൻ ഉണ്ട് സൂക്ഷ്മ പരിശോധന സ്ക്രൂട്ടിനി എന്ന് പറയുന്ന ഒരു രീതിയിലാണ്. അപ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങൾ CE അതോറിറ്റി ചെക്ക് ചെയ്തിട്ടാണ് അവസാനം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആ ഒരു സബ്മിറ്റ് ചെയ്തതിന് ശേഷം അത് പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ ചെയ്ത എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ലൈവിലും പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത്, നിങ്ങൾ പ്രോപ്പറായിട്ട് ഈ ഒരു സ്റ്റേറ്റിൽ നിൽക്കുന്ന നിങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളുടെ കീം കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് നോക്കാവുന്നതാണ്. ce.government.in പോയിട്ട് നിങ്ങൾ കൊടുത്ത ID, നിങ്ങളുടെ പാസ്വേഡും ബാക്കി സ്റ്റുഡന്റ് ID ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ എന്താണ് ആ ഇന്റർഫേസിൽ കാണിക്കുന്നത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലരുടെയൊക്കെ ആപ്ലിക്കേഷൻ ഉണ്ട് സൂക്ഷ്മ പരിശോധന എന്ന് വരും, അല്ലെങ്കിൽ ചിലർക്ക് ഇപ്പോൾ ആ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതായത് അപ്ഡേറ്റ് പ്രൊഫൈൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അപ്ലോഡ് ഡോക്യുമെന്റ്സ്, ആ രീതിയിൽ പലതരത്തിലുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഡോക്യുമെന്റ്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എല്ലാവരും പ്രിന്റ് അക്നോളജ്മെന്റ് എന്നൊരു ഓപ്ഷൻ ഓൾറെഡി ഉണ്ടാകും. അതിൽ നിന്ന് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അടങ്ങിയ അക്നോളജ്മെന്റ് പ്രിന്റ് എടുത്ത് കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട്, അതിൽ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്, ഡീറ്റെയിൽസ് എല്ലാം ഡബിൾ ചെക്ക് ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യവും വ്യക്തവുമായിട്ട് ഉറപ്പ് വരുത്തുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡോക്യുമെന്റ്സും ഫോട്ടോ സിഗ്നേച്ചറാണ്. അപ്പോൾ ഈ ഫോട്ടോയും സിഗ്നേച്ചറും അവർ പറയുന്ന ചില എന്തുണ്ട്, ഗൈഡ് ലൈൻസ് ഉണ്ട്. കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷനും അതിന്റെ ഫുൾ സർക്കുലറും നമ്മുടെ ഗ്രൂപ്പിൽ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ അത് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുകയാണ് ഈ അവസാന നിമിഷം നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, മാക്സിമം പേരിലേക്ക് ഈ വീഡിയോ ഷെയർ കൂടി ചെയ്യുക. ഇനി ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പല വിദ്യാർത്ഥികളും ഈ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് NCL ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ OBC OECക്കാർക്കാണ് പ്രധാനമായിട്ടും NCL അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അല്ലാത്തവർക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, SC ST അതുപോലെ ഇൻകം സർട്ടിഫിക്കറ്റും എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആണ്. ചിലർക്ക് പല കോട്ടകൾ NRI ഒക്കെ ആണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഓരോ കാറ്റഗറിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാം ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. നായർ കമ്മ്യൂണിറ്റിയിലുള്ളവർ ഈ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണോ എന്ന് പറഞ്ഞ് ഇന്നലെ ഒരു സ്റ്റുഡന്റ് വിളിക്കുകയുണ്ടായി. അപ്പോൾ അവർക്കും ആ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്, ഇൻ കേസ് നായറിൽ തന്നെ സബ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികളിൽ ചിലത് എന്താണ് OBC ലൈക്ക് ആ ലെവൽ ഓഫ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ വരുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് NCL അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ എക്കണോമിക്കൽ വീക്കർ സെഷൻ ആൾട്ടർനേറ്റീവ് ആയിട്ട് EWS എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് അവർക്ക് അപ്ലോഡ് ചെയ്യാം, എക്കണോമിക്കലി ബാക്ക്വേർഡ് ആണെങ്കിൽ. അപ്പോൾ ഈ രീതിയിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യേണ്ടത് സൈറ്റിൽ പോവുക, പ്രിന്റ് അക്നോളജ്മെന്റ് എടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പ്രിന്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ചില ഡോക്യുമെന്റ്സ്, എല്ലാ ഡോക്യുമെന്റ്സും അല്ല, ചില ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 7 ഒരാഴ്ച കൂടി സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക, കൃത്യവും വ്യക്തവുമായിട്ട് ചെക്ക് ചെയ്യുക അതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ. കാരണം പിന്നീട് നിങ്ങളുടെ കീമിന് നല്ല വൃത്തിയ പരീക്ഷ എഴുതി മാർക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അർഹതപ്പെട്ട റിസർവേഷൻ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ കിട്ടാതെ വരികയാണെങ്കിൽ അത് നിങ്ങളുടെ അഡ്മിഷനെയും നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന സീറ്റിനെയും ഒക്കെ ബാധിക്കും. അതൊരിക്കലും വരുത്തരുത്. അതിനാണ് വ്യക്തമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് ഇത്തരം ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് പറയുന്നത്. സോ ഉപകാരപ്രദമാണ് എങ്കിൽ പരമാവധി ഷെയർ ചെയ്തിരിക്കുക. ലാസ്റ്റ് ഡേറ്റ് ആണെന്ന് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. സോ ഉറങ്ങനെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ കമന്റിൽ ഒരു ടിക്ക് മാർക്ക് കൂടി ഇട്ട് അവസാനിപ്പിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.